ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പുതിയൊരു ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ഓഡ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ നോട്ട് കറക്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സിൽ തെറ്റായത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ സ്റ്റാൻഡർഡൈസേഷൻ, ഓപ്ഷൻ ബി വർക്കബിൾ, ഓപ്ഷൻ സി ഡ്രിവൺ ഫ്രം ടോപ്പ് ലെവൽ, ഓപ്ഷൻ ഡി ഡ്രിവൺ ഫ്രം ലോവർ ലെവൽ. ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിളിൽ വരാത്തത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോർമലി ഇവിടെ റൈറ്റ് ആൻസർ എന്ന് നമ്മൾ ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താണ്? ഡ്രിവൺ ഫ്രം ടോപ്പ് ലെവലും ഉണ്ട്, ഡ്രിവൺ ഫ്രം ലോവർ ലെവലും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ ബിസിനസ് എത്തിക്സ് നോർമലി കീപ്പപ്പ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഡ്രിവൺ ഫ്രം ടോപ്പ് ലെവൽ ആവണം അല്ലേ. അപ്പോൾ ഇവിടെ തെറ്റായത് ഏതാണ്? ഡ്രിവൺ ഫ്രം ലോവർ ലെവൽ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് തെറ്റായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓർക്കുക, ബിസിനസ് എത്തിക്സ് നോർമലി ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി ഏത് എത്തിക്സ് ഫോളോ ചെയ്യണം, അങ്ങനത്തെ റൂൾസും കാര്യങ്ങളൊക്കെ എന്താണ് ടോപ്പ് ലെവലിൽ നിന്നാണ് വരുന്നത്. ടോപ്പ് ലെവലാണ് അതൊക്കെ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ വേർഡ് എത്തിക്സ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം. എത്തിക്സ് ഒറിജിനേറ്റഡ് ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് വേർഡിൽ നിന്നാണ് എന്ന ചോദ്യം. ഓപ്ഷൻ എ പറയുന്ന ലാറ്റിൻ വേർഡ് എത്തിക്കസ്, സി ദ വേർഡ് എത്തോസ്, ഓപ്ഷൻ ബി ഗ്രീക്ക് എത്തിക്കോസ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞിട്ടും ചോദിച്ചിരിക്കുന്നതാണ്. സെയിം ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. ഒന്നുകൂടെ പറയാം. ലാറ്റിൻ വേർഡ് എത്തിക്കസ്, ദ വേർഡ് എത്തോസ്, ദ ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്. ഇങ്ങനെ മുതൽ എല്ലാം തന്നെ എത്തിക്സ് ഡെറൈവ് ചെയ്ത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്ത വേർഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്യൂമർ റൈറ്റ് ഇൻ ഇന്ത്യ നോട്ട് ഇൻക്ലൂഡ്. കൺസ്യൂമർ റൈറ്റിൽ, ഇന്ത്യയിലെ കൺസ്യൂമർ റൈറ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൺസ്യൂമർ റൈറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? അതിൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ സേഫ്റ്റി, ഓപ്ഷൻ ബി സെക്യൂരിറ്റി, ഓപ്ഷൻ സി ഇൻഫോംഡ്, ഓപ്ഷൻ ഡി റിഡ്രസൽ. അപ്പോൾ ഏതൊക്കെ കൺസ്യൂമർ റൈറ്റ്, 6 കൺസ്യൂമർ റൈറ്റ്സ് ആണുള്ളത്, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ റൈറ്റ് ആൻസർ റൈറ്റ് ടു സെക്യൂരിറ്റി ആണ്. അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. അപ്പം നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വന്ന ആക്ടാണ്. ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഇനാക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടാണ്. വർഷം ഓർത്തിരിക്കുക, 1986. It established a 3-tier quasi-judicial machinery for resolving consumer dispute. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി 3 ലെവൽ അല്ലേ, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് ഓർക്കുക. അതേപോലെ 3-tier സ്ട്രക്ചറാണെന്ന് ഓർക്കുക. അതായത് നാഷണൽ കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്, ഡിസ്ട്രിക്ട് ഫോറും ഉണ്ടെന്ന് ഓർക്കുക. 3 ലെവലായിട്ടാണ്. ഇനി ഏതൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന് നോക്കാം. കൺസ്യൂമർ റൈറ്റ്സ് ഇൻക്ലൂഡ് the right to safety, the right to be informed, the right to choose, the right to be heard, the right to seek redressal, and the right to consumer education. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താത്ത ഏതാണ്? റൈറ്റ് ടു സെക്യൂരിറ്റി ആണ്. അപ്പോൾ സേഫ്റ്റി ഉണ്ടെന്ന് നോക്കാം. അത് മാറിപ്പോയത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ റൈറ്റ് ഇല്ല, സേഫ്റ്റിയാണ് ഉള്ളത്. ഒന്നുകൂടെ റൈറ്റ് വായിക്കാം. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. സേഫ്റ്റിക്കുള്ള, നമുക്ക് സെക്യൂർ ആയാലും സേഫ്റ്റി ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് റൈറ്റ് ടു ഇൻഫോംഡ്, എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യാൻ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ദെൻ റൈറ്റ് ടു ചൂസ്, നമുക്ക് കൺസ്യൂമർക്ക് എന്താണ് ചൂസ് ചെയ്ത് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, എന്താണ് കേൾക്കാനല്ലേ, പല കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, പരിഹാരം കിട്ടാൻ റൈറ്റ് ടു സീക്ക് റിഡ്രസലിനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു കൺസ്യൂമർ കൺസ്യൂമറുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ കാര്യങ്ങൾ അറിയണം, അതിനൊക്കെ അവകാശം കൺസ്യൂമർക്കുണ്ട്. ഇതാണ് കൺസ്യൂമർ റൈറ്റ് ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്.
ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിൾ. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുകൂലമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പം ഓപ്ഷൻ എ ചേഞ്ചിങ് സോഷ്യൽ വാല്യൂസ്, ഓപ്ഷൻ ബി ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട്, ഓപ്ഷൻ സി ഹൈ കോസ്റ്റ്, ഓപ്ഷൻ ഡി ഡിഫിക്കൽട്ട് ടു മെഷർ എന്നാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുകൂലമായതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചേഞ്ചിങ് സോഷ്യൽ വാല്യൂസ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ സോഷ്യൽ വാല്യൂസ് മാറും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട്, അത് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുകൂലിച്ചല്ല, അത് പ്രതികൂലിച്ചത്, മീൻസ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ സിയും എന്താണ് ഹൈ കോസ്റ്റ് ഒക്കെ നെഗറ്റീവ് ടേംസ് അല്ലേ, അപ്പം ഡീമെറിറ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡിഫിക്കൽട്ട് ടു മെഷർ, അതും എന്താ നെഗറ്റീവ് ടേമാണ്. അപ്പം ആ ഒരു വായിച്ചിട്ട് എന്താണ് നെഗറ്റീവ് ടേമോ അങ്ങനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് എഴുതാൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ആൻസർ ചേഞ്ചിങ് സോഷ്യൽ വാല്യൂസ് എന്ന ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻക്ലൂഡ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ ഇന്റേണൽ കൺട്രോൾ, ഓപ്ഷൻ ബി റൈറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്, സി കോമ്പൻസേഷൻ, ഡി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിൽ ഇന്റേണൽ കൺട്രോൾ, റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡർ, കോമ്പൻസേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതിലേതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിളിൽ വരുന്നത് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് ബി ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡർ എന്നും പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡർ എന്ന രണ്ടെണ്ണമാണ് ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ഗവേണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ്, ദ റൈറ്റ് ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനെ റൈറ്റും അവർ ഈക്വലായിട്ടും ട്രീറ്റ് ചെയ്യുക. 2, പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഫോളോ ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഫോളോ ചെയ്യാം. 4th വൺ, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following is not correct with regard to consumer exploitation? കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷനിൽ കറക്റ്റ് അല്ലാത്ത, നോട്ട് കറക്റ്റ്, തെറ്റായത് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, ഓപ്ഷൻ ബി പ്രൊമോട്ടിംഗ് കൺസ്യൂമർ അവയർനെസ്, ഓപ്ഷൻ സി സപ്ലൈ ഓഫ് അഡൾട്ടറന്റ് ഗുഡ്സ്, ഓപ്ഷൻ ഡി ഫിക്സിംഗ് എ ഹയർ പ്രൈസ്. തെറ്റ്, കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ തെറ്റായത് ഏതാണ് ചോദ്യം. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രൊമോട്ടിംഗ് കൺസ്യൂമർ അവയർനെസ് എന്നാണ്. കൺസ്യൂമർ അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ടേം അല്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പം തെറ്റായതെന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ ഓപ്ഷൻ എ നോക്കിയാൽ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതെന്താണ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് സബ്സ്റ്റാൻഡേർഡായ, സ്റ്റാൻഡേർഡ് കുറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉള്ള പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയാൽ നെക്സ്റ്റ് നോക്കിയാൽ സപ്ലൈ ഓഫ് അഡൾട്ടറേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മോശമായ ഗുഡ്സുകൾ. അതേപോലെ ഫിക്സിങ് എ ഹയർ പ്രൈസ്, പിന്നെ പറയാം ഫിക്സിങ് എ ഹയർ പ്രൈസ്, നല്ല പ്രൈസ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതൊക്കെയാണ് എന്ത്, അതിൽ നിന്ന് മാറി നിൽക്കുന്ന തെറ്റായത് ഏതാണ് പ്രൊമോട്ടിങ് കൺസ്യൂമർ അവയർനെസ്. അത് ശരിയാണ്, കൺസ്യൂമർ അവയർനെസ് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ഇൽ ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസിങ് ഇൻക്ലൂഡ്. എക്കണോമിക് ഇൽ ഇഫക്ട്സ് ഓഫ് അഡ്വർടൈസിങ് ഇൽ ഇഫക്ട്സ് വരുന്ന ഏതൊക്കെയാണ്. ഓപ്ഷൻ എ ക്രിയേഷൻ ഓഫ് അൺനെസസറി കോമ്പറ്റീറ്റീവ് വാർ, ബി ഡിസ്ക്രിമിനേഷൻ എമംഗ് പീപ്പിൾ ലീഡിംഗ് ടു കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ സി ഇൻക്രീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി എഫക്ട് പ്രൈസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇവിടെ റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദിസ്. ഇതൊക്കെ എന്താണ്, ഈ താഴെ പറയുന്ന എല്ലാം എന്താണ് അഡ്വർടൈസിങ്ങിൻ്റെ ഇൽ ഇഫക്ട്സ് ആണ് അല്ലെ. അഡ്വർടൈസിങ് കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, the key areas of corporate social response CSR cannot be identified through. CSRന്റെ കീ ഏരിയ നമുക്ക് താഴെ പറഞ്ഞ ഏതിൽ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് നോക്കാം. ഓപ്ഷൻ എ നാഷണൽ ഇഷ്യൂസ്, ഓപ്ഷൻ ബി സോഷ്യൽ സ്കാനിങ്, ഓപ്ഷൻ സി കറപ്ഷൻസ്, ഓപ്ഷൻ ഡി സോഷ്യൽ ഓഡിറ്റ്. അപ്പോൾ CSR നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദ്യം. നമുക്ക് കറപ്ഷൻസിലൂടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ റൈറ്റ് ആൻസർ കറപ്ഷൻസ്, ഓപ്ഷൻ സി ആണ്.
ബാക്കിയെല്ലാം നോക്കിയാൽ നാഷണൽ ഇഷ്യൂസ് ഒരു കമ്പനിയുടെ അവരുടെ നാഷണൽ ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് നമുക്ക് അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ സ്കാനിങ് നടത്തിയാൽ പറ്റും. അതുപോലെ സോഷ്യൽ ഓഡിറ്റിങ്, ഇതിലൂടെയൊക്കെ എന്താണ് CSR ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മുമ്പേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതേ ഏരിയയിൽ നിന്നാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഹൈ കോസ്റ്റ്, വെൽഫെയർ സ്റ്റേറ്റ്, എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ, ലോങ് റൺ ബെനഫിറ്റ്, ഡിഫിക്കൽട്ട് ടു മെഷർ. ഇതിൽ ഏതൊക്കെയാണെന്ത് കറക്റ്റായത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കറക്റ്റായത് ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ് എന്നാണ്. എഗെയിൻസ്റ്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. എഗെയിൻസ്റ്റിൽ കറക്റ്റായ ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ACE. അതായത് ഹൈ കോസ്റ്റ്, അതൊരു എഗെയിൻസ്റ്റ് അല്ലേ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ ഡീമെറിറ്റ് എന്ന് വിചാരിച്ചാൽ മതി. ഹൈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീമെറിറ്റ് ആണ്. ബി നോക്കിക്കേ, വെൽഫെയർ സ്റ്റേറ്റ് അതൊരു ഡീമെറിറ്റ് ആണോ? അല്ല. സി നോക്കിക്കേ, എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണെന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ, അതെന്താണ് ഒരു നെഗറ്റീവാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണത്. അത് റൈറ്റ് ആണ്. നെക്സ്റ്റ്, ലോങ് റൺ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. അതെന്താണ് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഡിഫിക്കൽട്ട് ടു മെഷർ. അതും എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതും ഒരു എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡീമെറിറ്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ്, എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഡിഫിക്കൽട്ട് ടു മെഷർ എന്ന ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. കോർപ്പറേറ്റ് ഗവേണൻസ് തിയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന്. അപ്പോൾ തിയറീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. തിയറീസ് ജസ്റ്റ് ഒന്ന് ആദ്യമേ പറയാം. ഏജൻസി തിയറി, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, സ്റ്റേ ഹോൾഡേഴ്സ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി, പൊളിറ്റിക്കൽ തിയറി. ഇങ്ങനെ 5 തിയറീസാണ് കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, ഏജൻസി തിയറി, നീഡ് ഹൈറാർക്കി തിയറി, സ്റ്റേ ഹോൾഡേഴ്സ് തിയറി എന്നാണ്. ഇവിടെ ഇപ്പോൾ ഏതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്? നീഡ് ഹൈറാർക്കി തിയറിയാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും അതെന്താണ്, മോട്ടിവേഷൻ തിയറിയാണ്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിലുള്ളത്. താങ്ക് യു.